കുടുംബം തന്നെ എന്തിനാണ്, കുടുംബം വേണോ കല്യാണം വേണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരിയും ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ചില കുടുംബങ്ങളിൽ പോലും ചെറുപ്പക്കാർ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലമാണ്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് മാര്യേജിലേക്ക് കടന്നു വരുന്നത്? വളരെ സിമ്പിളായിരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ സാധാരണ പെട്ടെന്ന് കൊടുക്കുന്ന ഉത്തരം ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്. അതും ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം ചേർന്ന് നിൽക്കുന്ന, മരണത്തോളം തുടരുന്ന ഒരു ഫെലോഷിപ്പ്. അപ്പം അതിന് മാര്യേജ് വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെയുണ്ട്. ഇന്ന് വ്യത്യസ്തങ്ങളായിരിക്കുന്ന പല ഫെലോഷിപ്പുകളും ധാരാളം ലഭ്യമായി അതിനെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, എന്നാൽ ഇതിൻ്റെ ഒപ്പം കൊച്ചുപിള്ളേർ പോലും പറയേണ്ടതായ ഉത്തരമാണ് കുഞ്ഞുങ്ങൾ രൂപപ്പെടുകയും തലമുറകൾ രൂപപ്പെടുകയും അവർ നന്നായി നന്മയിൽ വളർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സ്നേഹ അന്തരീക്ഷം ഉണ്ടാക്കാനും വേണ്ടി കൂടിയല്ലേ നമ്മൾ ഈ വിവാഹവും കുടുംബവും ഒക്കെ ആവശ്യമായിരിക്കുന്നത്. ഇന്നിതൊന്നുമില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സിംഗിൾ പേരൻ്റ്ഹുഡുണ്ട്. അതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയോട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മാതാപിതാക്കൾ രണ്ടുപേരും സജീവമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നയിക്കുന്ന കുടുംബങ്ങൾ പോലും പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്നേഹാന്തരീക്ഷം കുടുംബത്തിൻ്റേത് ലഭ്യമാകാതെ വളരുന്ന സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്കറിയാം, ഒത്തിരി അമ്മമാർ നമ്മുടെ ഈ നാട്ടിൽ കരയുന്നു, മാതാപിതാക്കൾ വേദനിക്കുന്നു. മക്കളെ ചൊല്ലി കരയാനായിട്ട് യേശുദമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയാൻ. അത് വളരെ പോസിറ്റീവായിരിക്കുന്ന ഒരു ദർശനമാണ്. നിങ്ങളുടെ മക്കളെയൊക്കെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും അവരുടെ നന്മയ്ക്ക് വേണ്ടി അത്ര തീവ്രമായി ആഗ്രഹിച്ച് പ്രവർത്തിക്കണമെന്നും ഒക്കെ ഉള്ളതായ ഉദ്ദേശത്തിലാണ് യേശുദമ്പുരാൻ പറയുന്നത്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്കറിയാം, കുടുംബങ്ങൾ കരയുന്നു, പലയിടങ്ങളിലും നഷ്ടപ്പെടുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്നു. ഈ കഷ്ടാനുഭവാഴ്ചയിലെ ദുഃഖവെള്ളിയാഴ്ചയിലെ ശുശ്രൂഷയിൽ പ്രിയ മാതാവ് പരിശുദ്ധ കന്യകമറിയാം യേശുവിനെ ഓർത്ത്, എൻ്റെ മകനെ നീ എവിടേക്ക് പോകുന്നു, നിന്നെ അവർ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നൊക്കെ പറയുന്ന വിലപിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തു. എന്നാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിൽ ഒരമ്മ കരഞ്ഞതിൻ്റെ ഒരു വാർത്ത കേട്ടപ്പം വിചിത്രമായിട്ട് തോന്നി. മകനെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോണില്ല എന്ന് പറഞ്ഞാണ് കരയുന്നത്. പറഞ്ഞിട്ടും കംപ്ലൈൻറ്റ് ചെയ്തിട്ടും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. എത്രയും വേഗത്തിൽ പിടിച്ചുകൊണ്ട് പോകണം, അത്രയ്ക്ക് അക്രമമാണ്. ലഹരി എടുത്തിട്ട് വീട്ടിൽ അസ്വസ്ഥമാണ്. അതിനു മുമ്പ് വേറൊരു അമ്മ വിളിച്ചു പറഞ്ഞ് മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ ചിത്രസഹിതം വാർത്തകളുമൊക്കെ വന്നതാണ്. ഒന്ന് ഓർത്ത് നോക്കണം അമ്മയുടെ ഹൃദയത്തിലെ വേദന. അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ദുഃഖം, ദുരിതം, സങ്കടം നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറമായിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിക്കുകയാണ്. തിരുവല്ലയിലാണല്ലോ മകൻ ഡ്രഗ് അഡിക്റ്റായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ മനസ്സ് തളർന്ന് മാതാപിതാക്കൾ രണ്ടുപേരും കാറിൽ ഇരുന്ന് സൂയിസൈഡ് ചെയ്തത്. എത്രയെത്ര സംഭവങ്ങളാണ്. കാമുകൻ്റെ ഭാര്യയെ വെടിവെക്കാനായിട്ട് ഡോക്ടർ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തിന് പോവുക. കാമുകിയുടെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു കാമുകൻ കഴിഞ്ഞ ദിവസം. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം ലഹരിയും കുടുംബശിഥിലീകരണങ്ങളും നിയന്ത്രണമില്ലാത്ത അധാർമികമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളുമൊക്കെ ശക്തിപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വലിയ മിഷനാണ്, മിനിസ്ട്രിയാണ് മക്കളെ ദൈവികരായി ദൈവമക്കളാക്കി വളർത്തുക എന്നുള്ളത്. ഇത്
പേരൻസിൻ്റെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഒരു പ്രധാന ക്രിസ്തീയ ശുശ്രൂഷയായിട്ട് ഏറ്റെടുക്കുവാൻ ഒരു പ്രത്യേക ചുമതല ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളത് പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ മക്കളുടെ ബേബി സിറ്റേഴ്സാണ് ശരിക്കും പേരൻസ്. ദൈവം കുറച്ച് നാളത്തേക്ക് മാത്രം മാതാപിതാക്കളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ താല്പര്യവും ആഗ്രഹവും അനുസരിച്ച് അവരെ രൂപപ്പെടുത്തുവാനും വളർത്തുവാനും അവരിലെ ചൈതന്യവും നന്മകളും ഏറ്റവും നന്നായി പ്രകാശിപ്പിക്കുവാനും ഒരു കുഞ്ഞിൻ്റെ ഫോർമേഷൻ ആ സമൂഹത്തിൻ്റെ മുഴുവൻ ഫോർമേഷനും ഒക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമുക്കാർക്കും കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കുന്ന ഒരു എക്സിസ്റ്റൻസ് ഇല്ല. നമ്മൾ ഈ ചുറ്റുപാടുകളും സമൂഹവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് വേണ്ട രീതിയിൽ രൂപപ്പെടാത്തതായ ഒരു വ്യക്തിത്വം വളർന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പം അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ആളുകൾക്ക് പോലും എന്തുമാത്രം വേദനകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ശരിയാവണ്ണം ഒരു ട്രെയിനിങ് ഇല്ലാതെ, ഡ്രൈവിങ്ങിൻ്റെ പരിശീലനമില്ലാതെ ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു കാറ് കൊടുത്തു വിട്ടാൽ എങ്ങനെയായിരിക്കും സ്ഥിതി? എവിടെയെല്ലാം കൊണ്ട് ചെന്ന് ഇടിപ്പിക്കും. അപ്പം സ്വന്തം കാർ നശിപ്പിക്കുമെന്നുള്ള പ്രശ്നം മാത്രമല്ല, ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വീടുകളിൽ അത് ഭാവി ഭർത്താവിനെയും ഭാര്യയെയും അമ്മയെയും അപ്പനെയും ഒക്കെ അല്ലേ? എന്തോ ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബോട്ടിൽ പിക്നിക്ക് പോകുന്ന കുറേ കുടുംബങ്ങൾ, വലിയൊരു കുടുംബയോഗത്തിലെ കുറേ കുടുംബങ്ങളെല്ലാം കൂടെ ചേർന്ന് പോകുക എന്ന് വിചാരിക്കുക. ആ യാത്രയിൽ ഒരു കൊച്ചു പയ്യൻ അവൻ ഇരിക്കുന്ന സീറ്റിൻ്റെ താഴെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ ഒക്കെ ഇങ്ങനെ കിഴിച്ച് അത് തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രായമുള്ള ആളുകൾ നോക്കി, എടാ നീ എന്തായി കാണിക്കുന്നത്, അത് നിർത്താനായിട്ട് പറയും. അപ്പം അവൻ ചിലപ്പം പറയും, ഇത് എൻ്റെ ഇരിക്കുന്ന സീറ്റിൻ്റെ താഴെയല്ലേ ഞാനിത് കിഴിക്കുന്നത്. ഇനി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പേരൻസോടെ അങ്ങ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പറയും, നിങ്ങളെന്തിനാ ഇതിനകത്തൊക്കെ കയറി കൂടുതൽ ഇടപെടുന്നത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പം വെള്ളം കുറേശ്ശെ അടിയിൽ നിന്ന് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഒരു ഫൗണ്ടനായിട്ട് ഉയരുമ്പോൾ ആ കൊച്ചി ചിലപ്പോൾ അതിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ ശ്രമിച്ചെന്ന് വരും. പക്ഷെങ്കിൽ വിവരമുള്ളവർക്കും വിവേകമുള്ളവർക്കും അറിയാം, ഇത് കേവലം ഒരു പേഴ്സണൽ എൻ്റർടൈൻമെൻറ്റിൻ്റെയോ ഫ്രീഡത്തിൻ്റെയോ വിഷയമല്ല. ഇതാ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ബോട്ട് ക്രമേണ താഴേക്ക് താഴുകയാണ്. വെള്ളം കയറി തൽക്കാലത്തേക്കുള്ളതായ ആസ്വാദനങ്ങളും സുഖങ്ങളുമൊക്കെ മാത്രം തേടി ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ആ തലങ്ങളൊന്നും കാണാതെ പോകുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തീർച്ചയായിട്ടും പേരൻറ്റിങ് എന്നുള്ളതൊരു ഹോളി മിനിസ്ട്രിയാണ്. അത് ഗ്രാൻഡ് പേരൻറ്റിങ്ങും തീർച്ചയായിട്ടും ഒരു വലിയ മിഷനായിട്ടും മിനിസ്ട്രി ആയിട്ടും കാണേണ്ടതാണ്. ഓരോ ജീവിതത്തിൻ്റെയും അന്ത്യത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ സംതൃപ്തിയും സന്തോഷവും നൽകുന്ന വലിയ ഒരു ദൗത്യ നിർവഹണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു വാക്യം നമുക്കൊന്ന് ഓർക്കാം. സദൃശവാക്യങ്ങൾ 29 അധ്യായം 17 വാക്യം. നിന്റെ മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസമായിട്ട് തീരും, അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. ഈ ഒരു സന്തോഷം, ഈ ഒരു സംതൃപ്തി, ഇത് സുവിശേഷത്തിൻ്റെ സന്തോഷമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും മക്കൾ മൂലം വേദനയും അസ്വസ്ഥതകളും അങ്കലാപ്പും എല്ലാം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾ ഗൗരവമായിട്ടെടുക്കേണ്ടത്. മാമോദീസ എന്നുള്ളത് യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള നിയോഗം ഏറ്റെടുക്കലാണെന്ന് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന
വലിയ മാർ ബെസേലിയോസ് എന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവ് ഓർപ്പിക്കുന്നുണ്ട്. യേശുവിനെ പോലെയായിത്തീരാനും യേശുവിനെ റേഡിയേറ്റ് ചെയ്യാനും ദൈവത്തെ പ്രതിഫലിപ്പിക്കാനും ഒക്കെയുള്ള വലിയ സാധ്യതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. അതിലേക്ക് പ്രത്യേകിച്ച് വിളിച്ച് നിയോഗിച്ചിരിക്കുന്ന അനുഭവമാണ് മാമോദീസ എന്നുള്ളത് ഓർക്കേണ്ടതാണ്. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്ന് യേശു പറഞ്ഞു. യേശു പറഞ്ഞ ഏറ്റവും അവസാനത്തെ വചനം അതാണ്. സ്വർഗാരോഹണത്തിൻ്റെ തൊട്ട് മുമ്പ് പറയുകയാണ് ശിഷ്യന്മാരോട്, നിങ്ങൾ യെരുശലേമിൽ തുടങ്ങി അങ്ങനെ ലോകത്തിൻ്റെ അറ്റം വരെ എൻ്റെ സാക്ഷികളാകണം. അതിനായിരിക്കാം ചിലപ്പോൾ അമേരിക്കയിലോട്ടും കാനഡയിലേക്കും ന്യൂസിലാൻഡിലേക്കും എല്ലാം പോകുന്നതല്ലേ. ഇനി ഒത്തിരി അറ്റം വരെയൊന്നും പോയില്ലെങ്കിലും വീട്ടിനകത്തെങ്കിലും നമുക്കിങ്ങനൊരു സാക്ഷികളാകണ്ടേ. ഈ യേശുവിനെ കൊടുക്കുന്ന മാതാപിതാക്കളാകണ്ടേ. ദൈവത്തെ കൊടുത്ത് വളർത്തുന്ന അപ്പച്ചനും അമ്മച്ചിയാകണ്ടേ. ചലഞ്ചസ് ഒത്തിരിയാണ്, വെല്ലുവിളികളേറെയാണ് ഈ ഒരു പേരൻറ്റിങ്ങിന് നേരിടുവാനായിട്ടുള്ളത്. ഒന്ന്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളതായ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മൾ ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട്, കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം. കുട്ടിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സ്വകാര്യത, സ്വാതന്ത്ര്യം എന്നിവ ലംഘിക്കാനായിട്ട് പാടില്ല എന്നാണല്ലോ പുരോഗമനപരമായിരിക്കുന്ന ഒരു വാദം. പുരോഗമനമൊക്കെ നല്ലതാണ്, നവോത്ഥാനം നല്ലതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ മാതാപിതാക്കൾ അവരുടെ വാല്യൂസ്, അവർക്ക് ലഭ്യമായിരിക്കുന്ന വിശ്വാസം, മൂല്യങ്ങൾ, ഇത് കുഞ്ഞുങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരു ശ്രമവും നടത്തണ്ട. അവരിഷ്ടം പോലെ അവർ സ്വതന്ത്രമായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞ വിധത്തിൽ വിടണം എന്ന് പഠിപ്പിക്കുന്ന തത്വചിന്തകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും നമ്മുടെ കലാലയങ്ങളിലും ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് മോചനം പ്രാപിച്ച് പിള്ളേരെ സ്വതന്ത്രമായിട്ട് വിഹാരം നടത്തുവാൻ പ്രേരിപ്പിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന ചില ഐഡിയോളജീസ് നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കലാലയങ്ങളിലും പ്രബലമാകുന്നു എന്നുള്ളത് മാതാപിതാക്കൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടതായ ഒരു കാര്യമാണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ ചിലരെങ്കിലും ലിബറൽ പേരൻറ്റിങ് ആയിക്കൊള്ളട്ടെ, എന്തിനാണ് ഞാൻ ഈ കാര്യത്തിൽ ഇത്രയധികം വലിയ കടുംപിടുത്തമൊക്കെ പിടിക്കുന്നത്? ഞങ്ങളങ്ങോട്ട് വളർന്നോളും, പണ്ടുമൊക്കെ അങ്ങനെയല്ലേ, നല്ല വലിയ പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ് കേട്ടിട്ടാണോ നമ്മുടെ വലിയ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ 8ഉം 10ഉം പിള്ളേരും ഒക്കെ വളർത്തിയത് എന്നൊക്കെയുള്ളതായ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ കാലഘട്ടം മാറി, സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീടിൻ്റെ വാതിക്കലെ ടാറിട്ട റോട്ടിൽ ഞങ്ങൾ ആ നാട്ടിൻപുറത്തെ പിള്ളേരെല്ലാം ചേർന്ന് നാടൻ പന്തുകളി നടത്തുമായിരുന്നു. വല്ലപ്പോഴും എങ്ങാനും ഒരു വണ്ടി വന്നാലായി. 40-45 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് അവിടെ പന്തുകളി പോയിട്ട് നടക്കാൻ പോലും പ്രയാസമാണ്. സാഹചര്യങ്ങൾ മാറുന്നതിനെ തിരിച്ചറിയാതെ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, അതിന് പ്രത്യേകിച്ചൊരു ശ്രദ്ധയും ശ്രമവും ആവശ്യമാണോ എന്നൊക്കെ ചിലപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് ചോദിച്ചു പോകും. ഒരു ഫിലോസഫറും ഒരു സാഹിത്യകാരനും ഒരിക്കൽ കൂടി കണ്ടപ്പോൾ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് ഇരുന്നിട്ട് ഈ സാഹിത്യകാരൻ്റെ വീട്ടിൽ വന്നതായ ഫിലോസഫർ ഒരു കാര്യം എടുത്തിട്ടു, കാര്യമായ ഒരു ചിന്താഗതി. നമുക്ക് ഈ പുതിയ ജനറേഷനെയൊക്കെ രൂപപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ഒരു ലിബറലായിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. അതല്ലെങ്കിൽ അവരെ വീർപ്പ് മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ അതെല്ലാം കേട്ടിരുന്ന സാഹിത്യകാരൻ പറഞ്ഞു, നമ്മൾ കുറേ നേരമായിട്ട് വർത്തമാനം പറയുകയാണല്ലോ, നമുക്ക് ഈ വീടിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി സ്വല്പം നടന്നിട്ട് തിരിച്ചു വന്ന് ബാക്കി തുടരാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങി നടന്ന കൂട്ടത്തിൽ ഈ സാഹിത്യകാരനായ വീട്ടുകാരൻ അവിടെ തൻ്റെ വീടിൻ്റെ അരികിൽ കിളുത്ത് വന്നിരിക്കുന്നതായ കുറേ കുറ്റിച്ചെടികളൊക്കെ കാണിച്ചുകൊണ്ട് തരിശായ ആ പ്രദേശത്തെ യാതൊരു പൂവും യാതൊരു കായും ഒന്നുമില്ലാത്തതായ കുറച്ച് കുറ്റിച്ചെടികളൊക്കെ മാത്രം അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ ഗാർഡൻ, എങ്ങനെയുണ്ട് എൻ്റെ ഉദ്യാനം, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണോ നിങ്ങളുടെ ഗാർഡൻ? ഇവിടെ പൂക്കളും ഇല്ല, നല്ല ചെടികളും കാണാൻ കൊള്ളാവുന്ന ഒന്നുമില്ലല്ലോ, ഇതാണോ നിങ്ങൾ വലിയ ഗാർഡനായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാഹിത്യകാരൻ പറഞ്ഞു, ഞാനേ ഈ സ്ഥലം അങ്ങോട്ട് ഫ്രീ ആയിട്ടിട്ട് കൊടുത്തു, ഇവിടെ വന്ന് വീഴുന്നതൊക്കെ അങ്ങോട്ട് കിളക്കട്ടെ, ഇവിടെ അങ്ങോട്ട് ഫ്രീ എഡ്യൂക്കേഷൻ ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് ഇതൊക്കെ അങ്ങോട്ട് രൂപപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടുകൊടുത്തതാണ്.
അന്നേരം ഉണ്ടായി വന്നതാണ് ഇതെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു ഗാർഡൻ രൂപപ്പെടണമെങ്കിൽ, ഒരു കൃഷിയിടം പോലും നന്നായിട്ട് രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ തിരഞ്ഞെടുക്കുകയും അതവിടെ പ്ലാൻ ചെയ്യുകയും അത് അവിടെ വളർത്തുകയും ചെയ്യുവാൻ എന്തുമാത്രം ശ്രദ്ധ ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ മനസ്സ് ഒരു നല്ല ഉദ്യാനമാകണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് അത് മനോഹരമാകണമെങ്കിൽ എത്രയോ ശ്രദ്ധ ആവശ്യമായിട്ടുണ്ട്. അപ്പോഴാണ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തെറ്റായിരിക്കുന്ന ചില പഠിപ്പിക്കലുകൾ നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഓവർ ഗ്ലോറിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഗ്രേറ്റ്നെസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ദ്വിതീയ മഹത്വത്തെ ഏറ്റവും വലിയ സംഭവമായിട്ട് അങ്ങ് പ്രകീർത്തിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് എന്ന് പറഞ്ഞാൽ ആഡംബരവും സുഖസൗകര്യങ്ങളും കൂടുതൽ വർദ്ധിപ്പിക്കുക, പവറും സ്വാധീനവും കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കുക, സൗന്ദര്യവും അതുപോലെയുള്ളതായ പുറമേയുള്ള നേട്ടങ്ങളുമൊക്കെ എത്രയും വർദ്ധിപ്പിക്കുക. ഇതൊക്കെ തെറ്റാണെന്നൊരിക്കലും പറയാൻ പാടില്ല. അതിനകത്തുമൊക്കെ നന്മകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യൻ്റായിട്ട്, കൂടുതൽ പ്രൊഫഷണലായിട്ട് എക്സലൻ്റ് ആകുക, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. പക്ഷെങ്കിൽ ഇത് ലൈഫിൻ്റെ സെക്കൻഡറി ആണെന്നുള്ളത് ഓർക്കേണ്ടതല്ലേ. എന്താണ് റിയലി പ്രൈമറി ഗ്രേറ്റ്നെസ് ഓഫ് ലൈഫ്? യേശു തമ്പുരാൻ സുവിശേഷങ്ങളിൽ അനുമോദിച്ച ആളുകൾ ആരൊക്കെയാണ്? നിങ്ങൾ ഒന്ന് പറഞ്ഞേ. പിള്ളേരോട് ചോദിക്കാൻ പിള്ളേരധികം ഇല്ലല്ലോ. എന്തോ ആരെയൊക്കെയാണ് യേശു തമ്പുരാൻ അനുമോദിച്ചതും അഭിനന്ദിച്ചതും? സുവിശേഷങ്ങൾ ഒത്തിരി പേരെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ യേശു തമ്പുരാനാൽ കൺഗ്രാജുലേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് റിയലി പ്രൈമറി ഗ്രേറ്റ്നെസ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായിരിക്കുന്ന മഹത്വം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ വീട്ടിലൊക്കെ മറ്റുള്ളവരെ അഭിനന്ദിക്കുകയും നമ്മുടെ പിള്ളേരെ ആണെങ്കിലും അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്നും കൂടെ അതിനോടും കൂടെ ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുകയും കൂടെ ചെയ്യണം. യേശു തമ്പുരാൻ അനുമോദിച്ച ആരുടെയെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ്, മാർത്തയും മറിയുടെയും കാര്യമുണ്ട്. മറിയ നല്ല അംശം തിരഞ്ഞെടുക്കുന്നു, ദൈവവചനം കേൾക്കാൻ കാൽക്കലിരിക്കുന്നു. വേറെ അതുപോലെ എന്തോ ആ വിധവയായിരിക്കുന്ന സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ, അതിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അന്ന് അവളാണ് ഏറ്റവും അധികം അവിടെ കാണിക്ക് നിക്ഷേപിച്ചതെന്ന് പറഞ്ഞ് യേശു തമ്പുരാൻ അവളെ പുകഴ്ത്തുന്നുണ്ട്. നഥനയേലിനെ കുറിച്ച് പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കാപട്യമില്ല. പിന്നെ ഉപമയിലൂടെയാണെങ്കിലും ശമരിയക്കാരൻ്റെ നന്മയെ പ്രകീർത്തിക്കുന്നു. നിന്റെ വിശ്വാസം വലുതെന്ന് പറഞ്ഞ് കനാന്യ സ്ത്രീയോട് പറയുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ വിശ്വാസം, സ്നേഹം, ദൈവവചനം ഗ്രഹിക്കാനായിട്ടുള്ളതായ ഒരു സമർപ്പണം, ത്യാഗമനോഭാവം, സുതാര്യത, നിഷ്കളങ്കത, കാരുണ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് യേശു തമ്പുരാൻ അനുമോദിച്ചതും അഭിനന്ദിച്ചതും. ഒരു ബില്യനെയറിനെ കുറിച്ച് പരാമർശിച്ചതെടുത്ത് അനുമോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിഡ്ഢി എന്നുകൂടെ വിളിക്കുകയും കൂടെ ചെയ്യുകയാണ്. റിച്ച് ഫൂൾ. ഇന്ന് ലോകം മുഴുവൻ പണത്തെയും സൗകര്യങ്ങളെയും ആഡംബരങ്ങളെയും സ്റ്റാൻഡേർഡിൻ്റെ ജീവിതത്തിൻ്റെ സക്സസിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് കരുതുന്ന ഒരു സംസ്കാരമാണ് പ്രബലമാകുന്നത്. അപ്പം അവിടെ നമ്മളുമൊക്കെ അറിയാതെ ഇതിൻ്റെയൊക്കെ വിക്ടിംസായി പോകും. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങളിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഓസ്ട്രേലിയക്ക് പോകണം, കാനഡയ്ക്ക് പോകണം, ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കണം. തീർച്ചയായിട്ടും ഇവിടെ ജോലിയില്ലാത്ത സാഹചര്യങ്ങൾ നല്ലൊരു ജോലി കിട്ടിപ്പോകാമെന്ന് പറയുന്ന നല്ല കാര്യമാണ്, അതിനൊന്നും തെറ്റ് പറയാനായിട്ടില്ല. പക്ഷേ ഒരു കാര്യം, ഏത് രാജ്യത്ത് പോയാലും മുമ്പേ യേശുവിൻ്റെ രാജ്യം, ദൈവരാജ്യം അന്വേഷിക്കുന്ന മക്കളായിട്ട് നിലനിൽക്കാൻ തക്കോണം അവരെ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? പ്രൈമറി ഗ്രേറ്റ്നെസ് ഓഫ് ലൈഫിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതായ ഒരു ജീവിതാനുഭവവും ഒരു ദർശനവും അവരിൽ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാതെ രാജ്യം മാറിയതുകൊണ്ട് മാത്രം ലൈഫ് മുഴുവൻ സക്സസ്ഫുൾ ആകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പാലസ് ഉണ്ടാക്കാം, നല്ല നല്ല വാഹനങ്ങൾ മേടിക്കാം, സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത് സെക്കൻഡറി ഗ്രേറ്റ്നെസ്സിൻ്റെ മഹത്വവൽക്കരണമാണ്. എന്നാൽ സകല തിന്മകളും
അത് തിന്മയെന്നും നന്മയെന്നുള്ള തിരിവില്ല, അതൊക്കെ മഹത്വമുള്ളതാണെന്നുള്ള ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ഫിലിംസും സോഷ്യൽ മീഡിയ പ്രോഗ്രാമും അതുപോലുള്ള കാര്യങ്ങളും വർദ്ധിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, വലിയ ഗുണ്ടാകളും ക്രിമിനൽസും ഒക്കെ ജയിലിൽ കടന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് രൂപപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട 4-5 കാര്യങ്ങളാണ് ചുരുക്കമായിട്ടൊന്ന് ഓർപ്പിക്കുന്നത്. സ്നേഹമെന്ന് പറഞ്ഞാൽ കൊടുക്കലാണല്ലോ. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകി എന്ന് പറഞ്ഞതുപോലെ സ്നേഹിക്കുമ്പോൾ നൽകലാണ്. സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടില്ലാത്തതും എന്നാൽ സുവിശേഷത്തിനപ്പുറത്ത് അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞിട്ടുള്ളതുമായ യേശുവിൻ്റെ ഒരു വചനം എന്താണ്? യേശു പറഞ്ഞിട്ടുള്ള ഒരു വചനം സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതെന്തുവാ? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 35-ാമത്തെ വാക്യം. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡെഫിനിഷനായിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് പറ്റും. കിട്ടിയില്ലെന്നുള്ള പരാതിയാണല്ലോ എല്ലായിടത്തും. പക്ഷെ സ്നേഹത്തിൽ നിറയുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് കൊടുത്തത് പോരാ, കൊടുത്തത് തീർന്നിട്ടില്ല, ഇനിയും കൊടുക്കണം എന്നുള്ള ചിന്താഗതി വരികയാണ്. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, തലമുറകളോടുള്ള ബന്ധത്തിൽ കൊടുക്കേണ്ട 4-5 കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ആണെല്ലാം. ഒന്നാമത് ജ്ഞാനം കൊടുക്കണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാകുന്നില്ലല്ലോ, എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമെല്ലാം ശരിയാകുകയാണെങ്കിൽ ഇന്ന് ഈ നടക്കുന്ന പല സംഭവങ്ങളും അതും എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷെ അതുകൊണ്ട് വിവേകമുള്ളവരാകണം, ജ്ഞാനം പകരണം, ദിവ്യമായിരിക്കുന്ന ജ്ഞാനം പകരുന്ന ടീച്ചിങ് നടക്കണം. വീടുകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ഓർപ്പിക്കുന്ന വേദഭാഗമാണ് ഇന്നിവിടെ കുടുംബയോഗത്തിൽ വായിച്ചു തുടങ്ങിയത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളായിരുന്നു. അതിൽ 5-ാം വാക്യം മുതൽ, യഹോവയെ, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിൻ്റെ വീട്ടിൻ്റെ കട്ടിലിന്മേലും പടിവാതിലുകളിലും എഴുതണം. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായി മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇപ്പം സമൃദ്ധിയും സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പം ഈ അടിസ്ഥാന പ്രമാണങ്ങൾ മറന്നു പോകരുതെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ മക്കൾക്കിത് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എപ്പോഴൊക്കെയാണ്? ഞായറാഴ്ച സൺഡേ സ്കൂളിന് വിട്ട് അവിടെ പഠിപ്പിക്കണമെന്ന് മാത്രമാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? നീ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വഴിയാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെ അങ്ങോട്ട് നിരന്തരം പറയാൻ ചെന്നാൽ പിള്ളേർ പറയും തന്ത വൈബാണ് അതെന്ന് പറയും. അറിയാതെ അവരുടെ ഉള്ളിലെങ്കിലും ചിലപ്പം പറഞ്ഞു പോയെന്ന് വരും. പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഇത് നമ്മളൊന്ന് ചിന്തിക്കണം. എപ്പോഴും ക്ലാസ്സിലിരുത്തി ക്ലാസ് എടുക്കുന്ന പോലെ എടുക്കുകയല്ലല്ലോ. ഇപ്പം നമ്മുടെ ചുറ്റുപാടിൽ ഒരു ആത്മഹത്യ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹ പ്രശ്നം, ഡിവോഴ്സ് ഉണ്ടായി, ഇതൊക്കെ കേൾക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഭക്ഷണമേശയിൽ ഇരുന്ന് ചില ദൈവിക കാര്യങ്ങൾ, അതിനോടും ചില മൂല്യങ്ങളും ഒക്കെ ചേർത്ത് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ പഠിച്ചേച്ച് വരുന്നതായ ഒരു സ്റ്റുഡൻറ്റിനോട് അന്ന് എന്താ പഠിച്ചതെന്നൊന്ന് ചോദിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാമല്ലോ. ഒരിക്കലും അങ്ങനെ ഒരു പിതാവ് ചോദിച്ചപ്പം സൺഡേ സ്കൂളിലെ സ്റ്റുഡൻറ്റ് പറഞ്ഞ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് സൺഡേ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചത് ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയതാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പപ്പ പറഞ്ഞു, അതൊക്കെ സൺഡേ സ്കൂളിൽ കൊള്ളാം, നീ സ്കൂളിൽ പഠിപ്പിച്ചതുപോലെയൊക്കെ വേണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. എവല്യൂഷൻ തിയറിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ഇത് പറഞ്ഞപ്പം
അമ്മ പറഞ്ഞു, പപ്പ അങ്ങനെയൊക്കെ പറയുമായിരിക്കും, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അത് വീണ്ടും പപ്പായുടെ അടുക്ക് ചെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം കൊച്ചു കടന്നേച്ച് അവസാനം അമ്മയുടെ അടുത്ത് ചെന്നപ്പം മമ്മി പറഞ്ഞു, പപ്പ ഇപ്പോഴും അങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പപ്പായും പപ്പായുടെ കുടുംബക്കാരും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നതായിരിക്കും, ഞങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പറന്നതാണെന്ന് പറഞ്ഞു. ഏതാ ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. തിരുവചനം വിശ്വാസയോഗ്യമാണ്. പരിണാമമുണ്ടായാലും ബിഗ് ബാങ് ഉണ്ടായാലും അതെല്ലാ സംശയങ്ങൾക്കും അതീതമായി തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിൽ അതും വിശ്വസിക്കാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, ബൈ ചാൻസ് ഉണ്ടായതല്ല, ആക്സിഡൻ്റലല്ല. ദൈവകൃപയാലാണ് ഒരു ബിഗ് ബാങ് ഉണ്ടായിട്ടുള്ളത്. ദൈവകൃപയാലാണ് പരിണാമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ എല്ലാം ഗ്രേസ്ഫുള്ളായിട്ട് കാണാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമല്ലോ. അതുപോലെ ഒരു ഫിലിം വളരെ പോപ്പുലറാകുന്നു. ആ ഫിലിമിനോട് ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ അതിൽ വന്നിരിക്കുന്ന നല്ല മൂല്യങ്ങളും മൂല്യ തകർച്ചകളും സുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എത്രയോ ചർച്ച നടത്താം. ഇപ്പോൾ കടുവ എന്നതായ ഫിലിം വന്നപ്പോഴേ നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും, ഹീറോ രണ്ടു കൂട്ടരും പാലായിലെ ഒരു പള്ളിയിലെ മെമ്പേഴ്സാണ്. അപ്പം ഹീറോ ഈ വില്ലനെ ഒതുക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നതിനെ വേദവാക്യം എടുക്കുന്നു ഉപദ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവം അവിടെ പറയുന്ന നാശം വരുത്തിയതുപോലെ ഞാൻ നിന്നെ ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്നു. വേദവചനത്തിൻ്റെ ദുരുപയോഗമാണ്. അതുപോലെ ഉള്ളതായ ഫിലിംസ് ഇപ്പം തന്നെ തുടരും എന്ന് പറഞ്ഞതായ ഒരു ഫിലിം ഭയങ്കര ഹൈപ്പാണ്, വലിയ വലിയ പ്രചാരമാണ്. എമ്പുരാൻ കാണുന്നതിലും കൂടുതൽ ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു തുടരും. പക്ഷേ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മുഴുവൻ വയലൻസാണ്, അതിഭയങ്കരമായിരിക്കുന്ന അക്രമങ്ങളാണ്. ഇതാണ് ഏറ്റവും മികച്ച പടമായിട്ട് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യണം. വിമർശനപൂർണമായിട്ട് ഫിലിംസിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ പോപ്പുലറാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ സംസാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടോ? ടീച്ചിങ് മിനിസ്ട്രി അത് സൺഡേ സ്കൂൾ അധ്യാപകരുടെയോ വൈദികൻ്റെയോ മാത്രമല്ല, അവരൊക്കെ മാതാപിതാക്കളെ സഹായിക്കുന്നവർ മാത്രമാണ്. കുടുംബത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചുമതലയുണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ്. ഒപ്പം ശ്രേഷ്ഠമായിരിക്കുന്ന ജീവിതങ്ങൾ നയിച്ച ആളുകൾ ചിലർ കടന്നു പോകുമ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെട്ട എത്ര ചർച്ചകൾ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസിനോട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുമായിട്ട് അദ്ദേഹത്തിലൂടെ ദൈവം കൃപയാൽ ഇടപെട്ട് വെളിപ്പെടുത്തിയതായ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റിയും അദ്ദേഹത്തിൻ്റെ സ്നേഹവും സമാധാനത്തിന് വേണ്ടിയുള്ള കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തക്കവണ്ണം കഴിഞ്ഞോ എന്നുള്ളതൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. ഇതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയെത്ര അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കേവലം പഠിപ്പിക്കലിൻ്റെ ഒപ്പം പ്രാക്ടിക്കൽസൂടെ വരണം. തിയറി മാത്രം പോരല്ലോ. ഇപ്പം പ്രാക്ടിക്കൽ, ഇപ്പം വിശ്വാസവും മൂല്യങ്ങളുമാണ്, സുവിശേഷ ദൈവരാജ്യ പ്രമാണങ്ങളുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽസ് ഉണ്ടാകണം. എന്നാലേ ഈ പഠിപ്പിക്കുന്നത് പുതിയ തലമുറയുടെ ഉള്ളിൽ ഉറയ്ക്കുകയുള്ളൂ. അതിനുവേണ്ടി അർത്ഥവത്തായിരിക്കുന്ന പ്രാർത്ഥനകൾ കുടുംബത്തിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം. പള്ളിയിൽ ബന്ധപ്പെട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനത്തിന് എനിക്കറിയാം ചില കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ ഈ അവധിക്കാലത്ത് കൂടുതൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പല പല പ്രോഗ്രാമിന് അയക്കും. എന്നാൽ അത് മാത്രം പോരാ. ചുരുക്കം ചില കുടുംബങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് അയക്കുന്നുണ്ട്. ചില ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 3-4 ദിവസം പോയി താമസിച്ച് അവിടെ വോളണ്ടിയർ സർവീസ് നടത്താനായിട്ട് വിടുന്നുണ്ട്. അങ്ങനെ ഒന്ന് പോയി അങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ ഇടപെടുമ്പോഴല്ലേ ശരിക്കും ഇവരുടെയൊക്കെ ഉള്ളിലെ നയനങ്ങളൊക്കെ ഒന്ന് തുറക്കുന്നതും ചുറ്റുപാടുകളിലെ സഫറിങ്സ് ഒന്ന് കണ്ട് ജീവിതത്തിൽ ചില തിരുത്തലുകളും പുതിയ തീരുമാനങ്ങളും ഒക്കെ വരാനായിട്ടിടയാകുന്നതും കരുണയുടെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ സാധ്യമായിട്ട് തീരുന്നു. അപ്പം അങ്ങനെയൊക്കെ കൂടെ ഒരു ടീച്ചിങ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രാക്ടിക്കൽസ് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത് ഡിസിപ്ലിൻ കൊടുക്കണം, ശിക്ഷണം. ദർ ഈസ് നോ സക്സസ് വിത്തൗട്ട് ഡിസിപ്ലിൻ. ഒരു കാലത്ത് സെൽഫ് എസ്റ്റീമാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള നിലയിലാണ് സൈക്കോളജിസ്റ്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിള്ളേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യണം. പക്ഷേ ഇന്നിപ്പം വെസ്റ്റേൺ വേൾഡിൽ പോലും
സെൽഫ് കൺട്രോൾ കാര്യമായിട്ട് എടുക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അത്രമാത്രം അഡിക്ഷൻസും പ്രശ്നങ്ങളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു സക്സസ്സും ഇല്ല. അമേരിക്കയിൽ വലിയ വലിയ കമ്പനികളുടെ സിഇഒസും ഡയറക്ടേഴ്സും ഒക്കെയായിട്ട് ബില്യനേഴ്സായി തീർന്ന ധാരാളം ആളുകൾ പിന്നീട് പല അഡിക്ഷനിലും പെട്ട് തകർന്നു പോയതിൻ്റെ ആ സംഭവ കഥകളെല്ലാം കൂടെ ചേർത്ത് അതിമനോഹരമായിരിക്കുന്ന ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ സക്സസ് സിൻഡ്രം. ദ സക്സസ് സിൻഡ്രം, സക്സസ് വിജയം, ദ സക്സസ് സിൻഡ്രം. അതിനൊരു സബ് ടൈറ്റിലുണ്ട്. ആ സബ് ടൈറ്റിലിൻ്റെ പേര് ഹിറ്റിംഗ് ബോട്ടം വെൻ യു റീച്ച് ദ ടോപ്പ്. ഹിറ്റിംഗ് ബോട്ടം വെൻ യു റീച്ച് ദ ടോപ്പ്. ടോപ്പിൽ ചെന്നു, പ്രൊഫഷണലി എക്സലൻ്റായി, അതുപോലെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഉന്നത തലങ്ങളിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ ലഹരിക്ക് അടിമപ്പെട്ടും മറ്റ് പല രീതിയിലും തകർന്നുപോയി, കുടുംബം ശിഥിലമായി, വിവാഹമോചനം, പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ ഒക്കെ ആയിപ്പോയതായ വലിയ വലിയ മനുഷ്യരെക്കുറിച്ചുള്ളതായ സംഭവങ്ങൾ ചേർത്ത് വെച്ച് ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ എമെറിറ്റസ് സ്റ്റീവൻ ബെർഗ്ലാസ് എഴുതിയിരിക്കുന്ന പുസ്തകമാണിത്, ദ സക്സസ് സിൻഡ്രം. അതിൻ്റെ സബ് ടൈറ്റിലാണ് ഏറെ ഹൃദ്യമായിട്ടുള്ളത്, ഹിറ്റിംഗ് ബോട്ടം വെൻ യു റീച്ച് ദ ടോപ്പ്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ടോപ്പിൽ കൊണ്ടുവരണം, തീർച്ചയായിട്ടും, അതിന് യാതൊരു സംശയവുമില്ല, അത് നമ്മുടെ സ്വപ്നമായിരിക്കണം. പക്ഷേ ഒപ്പം അവർ നല്ല ഡിസിപ്ലിൻഡായിട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളെ ഉൾക്കൊള്ളുന്നവരായി രൂപപ്പെടാൻ തക്കവണ്ണം ഇടയാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ലിമിറ്റ്സ് വെക്കുക എന്ന് പറയുന്നത് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അവരെ എന്നും ലിമിറ്റ് വെച്ച് കൺട്രോൾ ചെയ്തൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. അവരും പ്രായമായിട്ട് വരിക, 15 വയസ്സോ 16 വയസ്സോ ഒന്നും കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മുടെ കൂട്ടത്തിലില്ല. അപ്പം പിന്നീട് അവർ പ്രായമായി വരുമ്പോൾ അവർ തന്നെ അവരുടെ ലൈഫിൽ ലിമിറ്റ് വെച്ച് അതിരുകൾ ഇട്ട് അരുതായ്മകളെ തിരിച്ചറിഞ്ഞ് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് അതുപോലെ ആത്മനിയന്ത്രണത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ അതിരുകൾ ഇടുന്നതും ചില നിയമങ്ങൾ വീടുകളിൽ വെക്കുന്നതും അതുപോലെ ചില നിയന്ത്രണങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പ്രായമായിട്ട് വച്ച് നമുക്ക് രൂപപ്പെടുത്താനായിട്ടൊന്നും പറ്റുകയില്ല. സെറ്റിംഗ് ലിമിറ്റ്സ് വെൽ ഈസ് ആൻ ആക്ട് ഓഫ് ലവ് ടുവേർഡ് അവർ ചിൽഡ്രൻ. സെറ്റിംഗ് ലിമിറ്റ്സ് well gives our children the best opportunity to learn over time how to set limits to their own behaviors. ഇത് ഫിലിപ്പ് മാമ്പലാക്കീസ് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ പേരൻറ്റിങ് ടുവേർഡ് ദ കിങ്ഡം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ കേട്ടിട്ടുള്ള ഒരു ഉപമയാണ് ചിത്രശലഭത്തിൻ്റെ പ്യൂപ്പാദശയിൽ നിന്ന് ആ പുഴു ചിത്രശലഭമായിട്ട് പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനോട് ബന്ധപ്പെട്ട ഒരു ഉപമ. ഇത് കണ്ടിട്ട് സഹതാപം തോന്നി. കാരണം ഇടുക്കവും ഞെരുക്കവുമുള്ള അതിൻ്റെ വായിലൂടെ ഈ പറഞ്ഞ ചിത്രശലഭം പുറത്തോട്ട് വരാൻ കടന്ന് ഞെരുക്കുന്നത് കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് ഒരാൾ ചെന്ന് ബ്ലേഡ് കൊണ്ട് അതല്പം ഒന്ന് കീറിക്കൊടുത്തു. അപ്പോഴത്തേക്ക് ഈസി ആയിട്ട് അതിന് പുറത്തു വരാൻ പറ്റി. പക്ഷേ പറന്നുയർന്നില്ല, താഴേക്ക് വീണുപോയി. ഇത് ഈ ഞെരുക്കത്തിലൂടെ ഞെരുങ്ങി ഞെരുങ്ങി പുറത്തോട്ടിറങ്ങി വളരെ ഞെരുങ്ങി പുറത്തോട്ടിറങ്ങാനുള്ളതായ ശ്രമത്തിലാണ് അതിൻ്റെ ചിറകുകൾ ശക്തിപ്പെടുന്നതും അത് മനോഹരമായി തീരുന്നതും. ഇന്ന് ഒത്തിരി അമ്മമാരും ബ്ലേഡ് എടുത്ത് കീറിക്കൊടുക്കുകയാണ്, ഒത്തിരി മാതാപിതാക്കൾ. കാരണം ആ കൂടെ ഒന്നല്ലേ ഉള്ളൂ, ഒറ്റ കുഞ്ഞല്ലേ ഉള്ളൂ, അതിനെ അധികം പ്രയാസപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് നോ പറയാൻ കഴിവില്ലാത്ത മക്കളായി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. നോ പറയേണ്ടടുത്ത് പറയാനും നിയന്ത്രണം വെക്കേണ്ടടുത്ത് നിയന്ത്രണം വെച്ച് വളരാനും സാധിക്കാത്ത വിധത്തിൽ അവരോട് ലീനിയൻസി കാണിക്കുന്നത് അവരോടുള്ളതായ ഒരു സ്നേഹക്കുറവാണെന്നുള്ളത് ഓർക്കണം. ഏലി പുരോഹിതൻ ഒഫ്നിയെയും പിനഹാസിനെയും വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞ പരിശുദ്ധൻ പറയുകയാണ്, ദ ക്രിമിനൽ മീക്ക്നെസ് ഓഫ് ഏലി ദ പ്രീസ്റ്റ്. പുരോഹിതനായ ഏലിയുടെ വളരെ കുറ്റകരമായിരിക്കുന്ന സൗമ്യത എന്നാണ് അതിനെക്കുറിച്ച് വിശുദ്ധനായ സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് പഠിപ്പിച്ചിരിക്കുന്നത്. ഡിസിപ്ലിൻ, ലെറ്റ് ഇറ്റ് ബി ക്ലിയർ, കൺസിസ്റ്റൻറ്റ് ആൻഡ് ഫേം.
ഇത് വളരെ നിർണായകമായ കാര്യമാണ് ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ. എന്നാൽ അതേ സമയത്ത് തന്നെ അവരുടെ ഡിഗ്നിറ്റിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മൂന്നാമത് മോഡൽസ് ഉണ്ടാകണം. എന്തെല്ലാം പഠിപ്പിച്ചാലും നമുക്കറിയാം ഇതൊക്കെ ശരിയാൻ വണ്ണം അവർ ഉൾക്കൊള്ളുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്രഥമവും പ്രധാനവുമായിട്ട് മാതാപിതാക്കളിൽ നിന്നും ഗ്രാൻഡ് പേരൻസിൽ നിന്നും ഇതിൻ്റെ മാതൃകകൾ കാണണം. കേട്ടിട്ടുള്ള കഥയായിരിക്കുമല്ലോ, ഒരു ലേഡി ഡോക്ടർ കുഞ്ഞിൻ്റെ ജന്മം എടുക്കുന്ന സമയം പ്രസവം കഴിഞ്ഞ് നോക്കിയപ്പം മോതിരം തൻ്റെ മോതിര വിരലില്ല. കഥയിൽ ചോദ്യമില്ല, മോതിരം ഇട്ടുകൊണ്ടാണോ പ്രസവം എടുത്തതെന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ ഇത് കാണാതെയായിട്ട് തപ്പി ചെന്നപ്പോഴാണ് പിന്നെ കുഞ്ഞിൻ്റെ ചുരുട്ടിപ്പടിച്ചിരിക്കുന്നതായ മുഷ്ടിയുടെ അകത്ത് ആ വിരലുണ്ട്. ഇപ്പം എടുത്ത ആ കുഞ്ഞ് ഒരു പോക്കറ്റടിക്കാരൻ്റെ മകനായിരുന്നു. യഥാ മാതാ തഥാ പുത്രി എന്ന് വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യം, യഥാ മാതാ തഥാ പുത്രി. ജിമ്മി കാർട്ടർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ലിവിങ് ഫെയ്ത്ത് എന്നുള്ള പുസ്തകത്തിൽ. അദ്ദേഹം വലിയൊരു പ്രസിഡന്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, വലിയൊരു മിഷണറിയും കൂടിയായിട്ട് വളർന്ന മനുഷ്യനായിരുന്നല്ലോ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ്. എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും പ്രതിബദ്ധതയാർന്ന ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തെ ഈ വിശ്വാസത്തിൽ വളർത്തിയത് എന്നുള്ളത് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അമ്മ ത്യാഗപൂർവ്വം എടുത്ത പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ബോംബെയിൽ ധാരാവി സ്ലമ്മിൽ വന്ന് പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ എടുത്ത് പറയുന്നുണ്ട്. ഇന്ന് പ്രായോഗിക നിരീശ്വരത്വത്തിൻ്റെ കാലഘട്ടമാണ്. പുറമേ നിന്നുള്ള വെല്ലുവിളികളെക്കാളും സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അകമേ നിന്നുള്ള പ്രായോഗിക നിരീശ്വരത്വം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതായ അംഗങ്ങൾ നമ്മളൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ജീവിതങ്ങൾ കൊണ്ടും വിശ്വാസത്തെ നിഷേധിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വിരുദ്ധമായിരിക്കുന്ന ജീവിതശൈലി അനുഷ്ഠിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാലിടറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മോഡൽസ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് ആദരവ്, റെസ്പെക്റ്റ് കൊടുക്കണം. നാലാമത് അവരെയും കേൾക്കുവാൻ, എല്ലാം അടിച്ചേൽപ്പിക്കുകയല്ല. ഒരു ഡിക്റ്ററ്റോറിയൽ ഒരു പേരൻറ്റിങ് അല്ല. ഇപ്പം ഹിറ്റ്ലറുടെ പിതാവിൻ്റെ പേരൻറ്റിങ്ങിൻ്റെ അനന്തരഫലമാണ് ഇത്രയും ലോകത്തിൽ ചരിത്രത്തിൽ നാശനഷ്ടം ഉണ്ടായെന്നും കൂടെ പറയാറുണ്ട്. കാരണം ചെറുപ്പത്തിൽ അത്ര ക്രൂരനായിട്ട് കുഞ്ഞിനെ ഒരു സ്നേഹവും കൊടുക്കാതെ, അവനെ കേൾക്കാതെയും എപ്പോഴും ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നതായ ഒരു പിതാവ്. പബ്ലിക് കറക്ഷൻസ് പോലും പാടില്ലെന്നുള്ളത് ആ ഡിഗ്നിറ്റി റെസ്പെക്റ്റ് ചെയ്യുന്നിടത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനം അഞ്ചാമത് പ്രാർത്ഥന കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവരെ ഓർത്തുള്ള പ്രാർത്ഥന. ഓഗസ്തീനോസിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ധാർമ്മികമായി തകരുന്ന സന്ദർഭങ്ങളിലും തുടർന്നുകൊണ്ടേയിരുന്ന അമ്മയുടെ പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ട് അഗസ്റ്റിൻ പുണ്യവാളനായി മാറിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ് ഒരു കഥ കൂടെ പറഞ്ഞ്. ഒരു മനുഷ്യൻ ഒരു കടയിൽ നിന്ന് ഒരു തത്തയെ വാങ്ങിക്കൊണ്ടുവന്നു. തത്ത നന്നായി പാടുമെന്നാണ് കടക്കാരൻ പറഞ്ഞിരുന്നത്. എന്നാൽ വീട്ടിൽ കൊണ്ടുവന്ന് എത്ര വളർത്തിയിട്ട് ഒരു പാട്ടുമില്ല. കടക്കാരനോട് ചെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, കൂടിനകത്തൊരു മിറർ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ കണ്ണാടിയിൽ മുഖമൊക്കെ കാണുമ്പോൾ അത് പാടും. നടന്നില്ല. അകത്തൊരു ലാഡർ ഉണ്ടാക്കി കൊടുക്കുക. ആ ഗോവണിയിൽ, തുണി കൊണ്ടുള്ള ഗോവണിയിൽ കയറി ഇറങ്ങുകയും ചെയ്യുമ്പം അത് പാട്ട് പാടും. അതും നടന്നില്ല. വളയമുണ്ടാക്കി കൊടുക്കുക. അതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പം അതിന് സന്തോഷമുണ്ടായിട്ട് പാടും. അതും നടന്നില്ല. അവസാനം തത്ത ചത്തുപോയി. ആ വിവരം അറിയിക്കാനായിട്ട് കടയിൽ ചെന്നപ്പം കടക്കാരൻ ചോദിച്ചു, അവസാനം എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ചത്തത്? അതെ, ഒരു ചോദ്യം ചോദിച്ചാൽ ചത്തത്. ഈ കടയിൽ തിന്നാൻ കൊള്ളാവുന്നതായിട്ട് കൊണ്ടുവരാനായിട്ട് അവിടെ നിന്നൊന്നും കിട്ടാനില്ലേ എന്ന് ചോദിച്ചിട്ടാണ് തത്ത ചത്തുപോയതെന്ന് പറഞ്ഞു.
കാരണം ഇത് തിന്നാൻ കൊടുക്കണമെന്ന് കടക്കാരൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ബാക്കിയുള്ളതെല്ലാം കൊടുക്കുക. കാരണം കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് എല്ലാം, ഭയങ്കര വിദ്യാഭ്യാസം കൊടുക്കുന്നു, സൗകര്യങ്ങൾ കൊടുക്കുന്നു, എവിടെ പോകണമെന്ന് പറഞ്ഞാലും ആ എൻ്റർടൈൻമെൻറ്റിന് വിടുന്നു, എല്ലാ ഡിവൈസസും കൊടുക്കുന്നു, 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഫോണൊക്കെ അങ്ങോട്ട് മേടിച്ച് കൊടുക്കുന്നു. എല്ലാം പിള്ളേരെ സക്സസ്ഫുള്ളാക്കാനായിട്ട്. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പം ട്രാൻസ്ഹ്യൂമനിസത്തിൻ്റെ നാളുകളിൽ ടെക്നോളജി അത് ചിപ്പുകളായിട്ട് ബ്രെയിനിലേക്കൊക്കെ കയറ്റിവിട്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനായിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടാകും. അത് തുടങ്ങിക്കഴിഞ്ഞു AI കാലഘട്ടത്തിൽ. അങ്ങനെ നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഇവരെ സക്സസ്ഫുള്ളാക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൊടുക്കാൻ വിട്ടുപോകുന്നു. ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ കൊടുക്കുവാൻ, അത് ആണിവിടെ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തത്. എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നിൻ്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. ദൈവനാമം മഹത്വപ്പെടുന്നത് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വെളിച്ചവും സാക്ഷ്യവും കണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ ഈ ദൈവത്തിൽ താല്പര്യവും ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ടുള്ള ഉത്സാഹവും എടുക്കുന്ന സന്ദർഭത്തിലും കൂടി ആണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയാകട്ടെ. ജീവിതം കോൺക്രീറ്റിൽ എഴുതപ്പെട്ടിട്ടുള്ളതല്ല, അത് മോൾഡ് ചെയ്യാം, ഷേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലർ ഈ ഫാമിലി പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് വരുന്ന സന്ദർഭത്തിൽ അവരുടെ ചില ഷെയറിങ്ങൊക്കെ കേൾക്കുമ്പം തോന്നും, ഈ പറയുന്ന കേട്ടാൽ ഇനി ഒരിക്കലും ഇതൊന്ന് ചേഞ്ച് എടുക്കാൻ പറ്റുന്നതല്ല, അങ്ങ് കോൺക്രീറ്റിൽ എഴുതിയതുപോലെയാണ് ജീവിതങ്ങൾ തോന്നിപ്പോകും. ഇത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ യേശു പറഞ്ഞു തുടങ്ങിയപ്പോൾ അർത്ഥമാക്കിയത് മനസ്സിന് അന്തരം വരുത്താനായിട്ട് സാധ്യമാണ്. നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ നല്ല ജീവിതാനുഭവങ്ങളും അവർ ഇരുൾ നിറയുന്ന ഒരു ലോകത്തിൽ പ്രകാശത്തിൻ്റെ മക്കളായിട്ട് ശോഭിക്കുന്നത് കണ്ടുമൊക്കെ കൂടുതൽ കൂടുതൽ സന്തോഷിക്കുവാനൊക്കെ ഇടയാകട്ടെ എന്നുകൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.